തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ കടും ശുദ്ധ ശൈവത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ശൈവത്തിന്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും തീവ്രതരമായ ഒരവസ്ഥയാണ് കടും ശുദ്ധ ശൈവം. ശുദ്ധശൈവത്തിനും അപ്പുറമുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയില്ലേ, അതാണ് ശുദ്ധശൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉയർന്ന തലത്തെ കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. നമുക്ക് ആ പാടലുകള് മൊത്തത്തിൽ നോക്കാം. വേഷങ്ങളെല്ലാവും പോയി ഇന്ദ്രിയ ജ്ഞാനം ചൊല്ലും, ഭാഷ കൂടാതെയോതും ചൈതന്യമേതാനായി ആശാപാശങ്ങളറ്റ് ആഡംബരങ്ങളുമന്യേ ശാശ്വത ജ്ഞാനമാർന്നോർ കടും ശുദ്ധ ശൈവർ. അപ്പോൾ ആരാണ് കടും ശുദ്ധ ശൈവർ എന്ന് പറയാണ്? എന്തൊക്കെ വേഷങ്ങളെല്ലാം പോകുന്നു, അവർക്ക് വേഷങ്ങൾ തന്നെ ഇല്ല. പലപ്പോഴും അവർ ദിഗംബരന്മാരായിരിക്കും, ദിക്കുകളായിരിക്കും അവരുടെ വസ്ത്രം, ദിഗംബരന്മാരായിരിക്കും. ഇന്ദ്രിയ ജ്ഞാനവും മറ്റ് പഞ്ചേന്ദ്രിയങ്ങളും അതിന്റെ ജ്ഞാനവുമെല്ലാം തന്നെ അവരിൽ നിന്ന് പോയി മറഞ്ഞിരിക്കും. പിന്നെ ഭാഷ കൂടാതെ ഓതും ചൈതന്യം മേതാനായി, ഭാഷ കൂടാതെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനത്തിലൂടെ അവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റും, എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ പറ്റും. അവിടെ ഭാഷ എന്ന് പറയുന്നത് മൗനമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കണ്ടതാണ് ദക്ഷിണാമൂർത്തിയുടെ മൗനം. ആ ദക്ഷിണാമൂർത്തിയുടെ മൗനം വാചാലമാണ് താനും. അത് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയും. അങ്ങനെ ഭാഷയില്ലാതെ മൗനമായിരിക്കുന്ന അവസ്ഥ. രമണ മഹർഷി ഒരിക്കൽ പറയുന്നുണ്ട്, ഈ മൗനമാണ് ഏറ്റവും വലിയ സംഭാഷണം എന്ന് പറയുന്നുണ്ട്. സംഭാഷണം ഒന്നും ചെയ്തില്ലെങ്കിലും മൗനമായിട്ടിരിക്കുമ്പോൾ ഈ മൗനം നീണ്ട നീണ്ട സംഭാഷണത്തെക്കാൾ വലുതായിരിക്കുമെന്ന് രമണ ഭഗവാൻ തന്റെ ഒരു ഭക്തനോട് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഭാഷ കൂടാതെ ഇരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന അവസ്ഥ, താനേ താനായിരിക്കുന്ന അവസ്ഥ. പിന്നെ ആശാപാശങ്ങളറ്റ്, എല്ലാ ആശയുടെ പാശങ്ങളും വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുദ്ധശൈവത്തിൽ എത്തിക്കഴിഞ്ഞ, കടും ശുദ്ധശൈവത്തിൽ എത്തിക്കഴിഞ്ഞ ആ മഹായോഗിക്ക് യാതൊരുവിധ ആശാപാശങ്ങളുമില്ല, ആശയുമില്ല, ആശയുടെ യാതൊരു കെട്ടുകളുമില്ല. ആശയ്ക്കെല്ലാം അപ്പുറത്ത് ആശയില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരാഗ്രഹവുമില്ലാത്ത, ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. പിന്നെയോ ആഡംബരങ്ങളൊന്നുമന്യേ, ജീവിതത്തിന്റെ യാതൊരു സുഖഭോഗങ്ങളും അവരെ ബന്ധിക്കുന്നേയില്ല. ശാശ്വത ജ്ഞാനമാർന്നോർ, പിന്നെയോ അവർ ശാശ്വതമായ ജ്ഞാനം, അറിവ്, ആ ബോധത്തിന്റെ ആത്യന്തികമായ അറിവ് നേടിയവരായിരിക്കും ഈ കടും ശുദ്ധ ശൈവർ. അപ്പോൾ കടും ശുദ്ധ ശൈവർ എന്ന് പറയുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെയാണ്. ദക്ഷിണാമൂർത്തിയെ പോലെ മൗനിയായിരിക്കും, യാതൊരു ആശാപാശങ്ങളിലും പെടാതെ ശുദ്ധ ശാശ്വത ജ്ഞാനിയായിരിക്കും അവർ. ഈ ശാശ്വത ജ്ഞാനികളായ ഇങ്ങനെയുള്ള കടും ശുദ്ധ ശൈവർ ആ ശുദ്ധ ശൈവത്തിന്റെ ഏറ്റവും അത്യുന്നതമായ പദവിയിൽ വിരാജിക്കുന്നവരാണ്. ശൈവത്തിന് തന്നെ നമ്മൾ കണ്ടു പല പല അവസ്ഥകളുണ്ട്. ശൈവ സിദ്ധാന്തത്തിൽ തന്നെ പല പല ശിവന്മാരെ പറ്റി പറയുന്നുണ്ട്. ഭോഗ ശിവൻ,
അവർ കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പരശിവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ശിവഭാഗമുണ്ട്. അത് അവർ ഏറ്റവും ഉന്നതമായ ഈ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ളവരായിരിക്കും. അങ്ങനെ ശിവന്റെ പല പല ഭാവങ്ങൾ, അതിലെ ഏറ്റവും അത്യുന്നതമായ ശിവഭാവമാണ് ഈ കടും ശുദ്ധ ശൈവം. ഇവരെ നമുക്ക് വേണമെങ്കിൽ പരമഹംസർ ഈ തലത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള യോഗികളെ നാം വിളിക്കുന്നത് പരമഹംസർ എന്നാണ്. ഇപ്പൊ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആ ഭാഗവത്തെ പാരമഹംസ്യ സംഹിത എന്നാണ് വിളിക്കുന്നത്. പരമഹംസനെ പോലെയുള്ള ആൾക്കാരുടെ ജീവിത കഥ പറയുന്നതാണ് ഭാഗവതം. അതുകൊണ്ടാണ് പാരമഹംസ്യ സംഹിത എന്ന് ഭാഗവതത്തെ വിളിക്കുന്നത്. ഇപ്പൊ നമുക്ക് തമിഴിലേക്ക് വന്നാൽ ചേക്കിഴാരുടെ പെരിയ പുരാണത്തെ ഈ പരമഹംസ സംഹിത എന്ന് വിളിക്കാം. അത് സംഹിതയാണ്. സംഹിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പരമഹംസന്മാരുടെ ജീവിത കഥ പറയുന്ന കൃതികളെയാണ് സംഹിത എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ചേക്കിഴാരുടെ പെരിയ പുരാണം 63 മഹാശിവയോഗികളെ പറ്റി പറയുന്ന ജീവിത കഥകളാണ്. അതുകൊണ്ട് നമുക്കതിനെ പരമഹംസ സംഹിത എന്ന് വിളിക്കാം. ഇത് കൂടുതൽ ഞാൻ ഇതിലേക്ക് കിടക്കാം. നമുക്ക് അടുത്ത ശ്ലോകം വരുമ്പോൾ നമുക്കിതിലേക്ക് കൂടുതൽ കിടക്കാം. ഭാഗവതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ സംസാരിക്കാൻ പറ്റും. അടുത്ത് നോക്കൂ, ശുദ്ധ ശിവമൊഴിയാവുന്ന പഞ്ചാക്ഷരത്തെ മായാബന്ധരാകാതെയോർക്കൂ, മുക്തിക്ക് ഇതൊന്നേ വിത്താം. ഇത്തരം ആത്മാവും കേൾ ബ്രഹ്മത്തോടൊന്നായി നിന്ന് ശുദ്ധശിവമാകോരേ, ശുദ്ധശൈവന്മാരാകോ. ഇനി ആ ശുദ്ധശൈവന്മാരെങ്ങനെയുള്ളതാണ്? ശുദ്ധശിവമൊഴിയാവുന്ന പഞ്ചാക്ഷരത്തെ, ഈ ശുദ്ധശൈവ അവസ്ഥയിലേക്ക് ഒരു യോഗിയെ കൊണ്ടെത്തിക്കുന്നതാണ് പഞ്ചാക്ഷരങ്ങളാണ്. നമശിവായ എന്ന പഞ്ചാക്ഷരം കൊണ്ട് തന്നെ ഒരു യോഗിക്ക് ഈ അവസ്ഥയെ, ശുദ്ധശൈവ അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും. ബന്ധരാകാതെ ഓർക്കുക, ഒരു ബന്ധവും അവരെ അലട്ടില്ല. മുക്തി തന്നെ, മുക്തിക്ക് വിത്തായിത്തീരുന്നു. മുക്തിക്ക്, മോക്ഷത്തിന് അവർ വിത്തായിത്തീരുന്നു. ഇത്തരം ആത്മാവെങ്കിൽ ബ്രഹ്മത്തോടൊന്നായി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആ ജീവാത്മാവ് ബ്രഹ്മത്തോട് ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നു. ശുദ്ധ വിവേകം ഉള്ളവരെ ശുദ്ധശൈവന്മാരാകും. അപ്പോൾ വിവേകത്തിന്റെ ഏറ്റവും ഉന്നതമായ പടിയിലെത്തിയ ശുദ്ധജ്ഞാനം നേടിയ ഇവരാണ് ശുദ്ധശൈവന്മാർ. അപ്പോൾ ഇവിടെ പഞ്ചാക്ഷരത്തെക്കുറിച്ച് വീണ്ടും തിരുമൂലദേവൻ പറയുകയാണ്. പഞ്ചാക്ഷരം ഒന്നുകൊണ്ട് മാത്രം ഈ ശുദ്ധശിവത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജപസാധനയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭക്തിയെ കുറിച്ച് കൂടി തിരുമൂലദേവൻ ഇവിടെ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ പഞ്ചാക്ഷര മന്ത്ര സാധനയിലൂടെ തന്നെ ഒരാൾക്ക് ശുദ്ധശൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ശിവപദവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ശിവനാകാൻ തന്നെ കഴിയും. അപ്പോൾ ഒരു ശിവയോഗിക്ക് സാക്ഷാൽ ശിവനാകാൻ പറ്റിയ ഏറ്റവും എളുപ്പമാർഗം ഈ പഞ്ചാക്ഷരി സാധനയാണ്. പഞ്ചാക്ഷരി സാധനയിലൂടെ തന്നെ ഒരാൾക്ക് കടും ശുദ്ധ ശൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. ഭാഗവതവും ഭക്തികാവ്യമാണെന്ന് ഓർക്കുക. അതില് സനകാദികള്, അതിലെ ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞൊരു സ്കന്ധമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം. അതില് ഉദ്ധവർ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് ഭഗവാൻ പറയുന്ന മറുപടിയുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതില് സനകാദികളെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. സനകാദികള് ബ്രഹ്മാവിനോട് ചോദിച്ചു,
എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക, ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ എങ്ങനെ അറുക്കാൻ കഴിയും. നമ്മളെല്ലാം എപ്പോഴും ജീവിതത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് കഴിയുകയാണ്. കാമക്രോധ ലോഭ മോഹങ്ങളും അതേപോലെ ജീവിതാസക്തിയിൽപ്പെട്ടുഴലുന്നവരാണ്. ഈ ആസക്തിയിൽ നിന്ന്, ഈ ജീവിത ശക്തിയിൽ നിന്ന് എങ്ങനെ മോചനം നേടി മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും, ഈ ബന്ധങ്ങളുടെ കെട്ട് എങ്ങനെ അറുക്കാൻ കഴിയും എന്നും ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് സനകാദികളോട് പറഞ്ഞു, ഞാൻ ശരിക്കും സൃഷ്ടി നടത്തുന്നവനാണ്, അതുകൊണ്ട് ബന്ധനത്തിൽ മുഴുകി കിടക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്കിതിന് ഉത്തരം പറയാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് അതിന് ഉത്തരം നൽകാൻ പറ്റുക എന്ന് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ സനകാദികൾ അവരുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടേക്ക് ഒരു ഹംസം പറന്നു വന്നു. ആ ഹംസം ഭഗവാനായിരുന്നു. ഭഗവാൻ ഒരു ഹംസത്തിന്റെ രൂപത്തിൽ പറന്നു വന്നു, അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ഭാഗവതത്തിലെ വളരെ പ്രശസ്തമായ ഹംസഗീത. ഏകാദശ സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഹംസഗീത. ഭഗവത്ഗീത പോലെ തന്നെ, നമ്മൾ ഇന്നലെ കണ്ട ശിവഗീത പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗീതയാണ് ഹംസഗീത. ഹംസം എപ്പോഴും ഭഗവാന്റെ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ഹംസം എന്താണ് ഹംസത്തിന്റെ പ്രത്യേകത? അത് വെള്ളവും പാലും ഇടകലർത്തി കൊടുത്താൽ, വെള്ളവും പാലും ഒഴിച്ചിട്ട് ഇടകലർത്തി കൊടുത്താൽ ഈ ഹംസം അതിൽ നിന്ന് പാല് മാത്രം കുടിക്കും, വെള്ളം മാറ്റി വയ്ക്കും. അതാണ് ഹംസത്തിന്റെ പ്രത്യേകത. പിന്നെ ഹംസം ഒരു ആധ്യാത്മിക പ്രതീകം കൂടിയാണ്. നിങ്ങൾ കണ്ടിരിക്കുക, നളചരിതം എന്ന് പറഞ്ഞ വലിയ സുപ്രശസ്തമായ കഥകളി കണ്ടിരിക്കുക. അതിൽ ഹംസം എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ ഹംസം ഇതിന്റെ പ്രതീകമാണ്. ഈ ബ്രഹ്മത്തിന്റെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് ഹംസം അവിടെ വരുന്നത്. അപ്പോൾ ഈ ഹംസഗീതയിലെ ഹംസം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ ഹംസത്തിന്റെ രൂപത്തിൽ വന്ന് ഇവരുടെ മുമ്പിൽ നിന്നു ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ആദ്യം ചോദിച്ചതാണ്, അങ്ങ് ആരാണ്? ഈ ഹംസം ആരാണെന്ന് ചോദിക്കുകയാണ്. അതിനാദ്യം മറുപടി പറയുന്നു, ഞാൻ ഭഗവാൻ തന്നെയാണ് എന്ന് പറയാണ്. ഇവിടെ ഹംസം പറയുന്ന മറുപടി, അതായത് ഭഗവാൻ നേരിട്ട് സനകാദികൾക്ക് കൊടുക്കുന്നത് ഈ കടും ശുദ്ധ ശൈവത്തിന്റെ അതേ നിഗൂഢ രഹസ്യം തന്നെയാണ്. ഒരു കാര്യം ആലോചിക്കും, ഇവിടെ ഭാഗവതം എന്ന് പറയുന്നതും അതുപോലെ തിരുമന്ത്രം എന്ന് പറയുന്നതും നമ്മുടെ ആധ്യാത്മിക കൃതികളെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അത് ജ്ഞാനപ്പാന എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്, പൂന്താനം. അതിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലില്ല. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ബ്രഹ്മജ്ഞാനം തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ആഗമങ്ങളും എല്ലാം പാടിപ്പുകഴ്ത്തുന്നത്. ഈ സത്യം തന്നെയാണ് എല്ലാ ആത്മീയ കൃതികളും പറയുന്നത്. ഏത് മതത്തിൽപ്പെട്ടതായാലും, ഏത് ചിന്താധാരയിൽപ്പെട്ടതായാലും എല്ലാ ചിന്താധാരകളും പറയുന്നത് ഈ ബ്രഹ്മത്തെ കുറിച്ചിട്ട് തന്നെയാണ്. ഇവിടെ ആ സനാതനമായ സത്യം ഇവിടെ ഹംസം സനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഹംസഗീത. ഭാഗവതം വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഹംസഗീത കേൾക്കുന്നത് തന്നെ ഒരു മഹാ അനുഗ്രഹമാണ്. ഞാൻ അതിലെ പ്രശസ്ത ഭാഗങ്ങൾ വായിക്കാം. ഈ ഹംസഗീത എന്നെ പഠിപ്പിച്ചത് ഭാഗവതോത്തമാചാര്യനായ എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ പാലേലി നാരായണൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞാനിവിടെ വായിക്കുന്നത്. അദ്ദേഹം എനിക്ക് തന്നെ പറഞ്ഞു തന്ന കുറെ ഭാഗങ്ങൾ പിന്നീട് അത് പുസ്തക രൂപത്തിലാക്കി. എന്താ നോക്കൂ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതെല്ലാം ഞാൻ തന്നെ, സർവവും ഞാൻ തന്നെ. ഇന്നലെ ശിവഗീത കണ്ടില്ലേ, സർവവും ഞാൻ തന്നെ, എന്നിൽ നിന്ന് അന്യമല്ല ഇതൊന്നും. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം.
മക്കളെ, ഗുണങ്ങൾ മനസ്സിലേക്കും മനസ്സ് ഗുണങ്ങളിലേക്കും ആവേശിക്കുന്നു. രണ്ടും തമ്മിലുള്ള ബന്ധം സുദൃഢമായ ബന്ധമാണ്. അതാണ് കടുംകെട്ട് എന്ന് പറയുന്നത്. ഈ കടുംകെട്ട് പൊട്ടിക്കുക തന്നെ വേണം. എൻ്റെ അംശമായ ജീവന്റെ ദേഹമാണ് മനസ്സും ഗുണങ്ങളും. അതിര് കിടന്ന ഗുണസേവ കൊണ്ടാണ് മനസ്സ് ഗുണങ്ങളിൽ ആവേശിക്കുന്നത്. നമ്മുടെ മനസ്സൊക്കെ ഈ ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളുടെ അടിമയാണ്. ഗുണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനം ചിത്തമാണ്. രണ്ടും എന്നിൽ നിന്ന് അന്യമല്ല എന്ന ഭാവനയെ വികസിപ്പിച്ച് ഈ കടുംകെട്ട് പൊട്ടിക്കുക. കണ്ടോ, ഇതും ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകളുള്ള ജീവൻ എങ്ങനെയാണ് ആത്മാംശം, അതായത് കൂടസ്ഥമാകുന്നത് എന്ന് ചോദിക്കേണ്ട, ആശങ്കിക്കേണ്ട. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നിവ ബുദ്ധിയുടെ വൃത്തികളാണ്. ഗുണങ്ങളെ ആശ്രയിച്ചാണ് ഇവ സംഭവിക്കുന്നത്. ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയാണ് ജീവൻ, അനുഭവിതാവ് അല്ല. അനുഭവിതാവാണെന്ന് ഭ്രമിച്ചു പോകുന്നു. ഇതാണ് പ്രത്യേകത. നാം ഇതിന്റെ സാക്ഷിയാണ്. ഈ ഗുണങ്ങളുടെ എല്ലാം, ഈ അനുഭവങ്ങളുടെ എല്ലാം സാക്ഷി മാത്രമാണ്. പക്ഷെ നമ്മുടെ ധാരണ എന്താ? നാം അനുഭവിക്കുന്നവനാണ്, എന്നെ ഇത് ബാധിക്കുന്നു. അതായത് എന്നെ, സ്മോൾ ഐ എന്ന് പറയുന്ന ഐ, അതായത് നമ്മിൽ 2 ഐ ഉണ്ട്. ഒരു ക്യാപിറ്റൽ ഐ ഉണ്ട്, ഒരു സ്മോൾ ഐ ഉണ്ട്. സ്മോൾ ഐയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. ക്യാപിറ്റൽ ഐ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല. അവിടെ ഇതിനാണ് അനുഭവിതാവ് എന്ന് പറയുന്നത്. ഞാൻ അനുഭവിക്കുന്നവനല്ല. ശരിക്കും ആലോചിച്ചാൽ ഞാൻ ശിവനാണ്. ശിവന് ഇതൊന്നും അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വെറും സാക്ഷിയാണ്. ഇതെല്ലാം കാണുന്നു. കണ്ണ് എപ്രകാരമാണോ കാഴ്ച കാണുന്നത്, അത് കണ്ണിനെ ബാധിക്കില്ല. കണ്ണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പടം മാത്രമാണ്, ഒരു സ്ക്രീൻ മാത്രമാണ്. അനുഭവിതാവല്ല നമ്മൾ. അനുഭവിതാവാണെന്ന് ഭ്രമിച്ചു പോകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിനും കാരണം. നാം അനുഭവിതാവാണ്. ഈ സംഭവങ്ങളുടെ, ഈ ജീവിതാനുഭവങ്ങളുടെ എല്ലാം കർത്താവ് ഈ സ്മോൾ ഐയായ ഞാനാണെന്ന് അനുഭവിക്കുന്നു. അത് ഞാനല്ല, ഞാനൊരു സാക്ഷി മാത്രമാണ്. ഇതെല്ലാം എൻ്റെ കൺമുമ്പിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയിലെ ഷോട്ടുകളാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഈ ഭ്രമമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ സംസാരം എന്ന് പറയുന്നത് നാം അനുഭവിക്കുമ്പോഴാണ്. അനുഭവിക്കുകയല്ല. ഈ ജീവിതാനുഭവങ്ങൾക്കെല്ലാം ഞാനൊരു സാക്ഷി മാത്രമാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്നതേയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, താമരയിലെ വെള്ളം. ആ വെള്ളം താമരയിലയെ ബാധിക്കുന്നേയില്ല. അതേപോലെ ആ താമരയില പോലെ ആയിരിക്കണം നമ്മൾ. അതായത് നാം സ്മോൾ ഐയിൽ നിന്ന് ക്യാപിറ്റൽ ഐയിലേക്ക്, സാക്ഷാൽ ശിവത്വത്തിലേക്ക്, അതായത് പശുത്വത്തിൽ നിന്ന് പതിയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഇതാണ് പരമമായ ജ്ഞാനം. ഇത് ഒഴിവാക്കാനുള്ള ഉപായം പറയാം. ഇനി എങ്ങനെയാണ് ഈ കെട്ടടക്കുക? തുരീയനായ എന്നിൽ നിലയുറപ്പിക്കുക. വളരെ എളുപ്പമാണ്. ഭഗവാൻ ശിവനിൽ നിലയുറപ്പിക്കുക. ഞാൻ ശിവോഹം അല്ലെങ്കിൽ തത്വമസി എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് അനുഭവത്തിലൂടെ വേണമെങ്കിൽ നിരന്തരമായ സാധന ചെയ്യുക തന്നെ വേണം. അപ്പോൾ മനസ്സും ഗുണങ്ങളും തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോകും. ബന്ധമുണ്ടായാൽ ബന്ധമുണ്ടായത് അഹങ്കാരം മൂലമാണ്. ആത്മാവിന്റെ സ്വരൂപമായ ആനന്ദം ഈ ബന്ധത്താൽ ആവരണം ചെയ്യപ്പെടുന്നു. ഇതാണ് എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം. ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് ഇഹലോക വിഷയങ്ങളിൽ വിരക്തി സമ്പാദിച്ച് തുരീയനായ എന്നിൽ സ്ഥിതി ചെയ്ത് സംസാര ചിന്തയെ ഒഴിവാക്കാം. അപ്പൊ ഈ കെട്ടറുക്കുക വളരെ എളുപ്പമാണ്. ഭഗവാനെ ശരണാഗതി അടഞ്ഞാൽ മതി. ഞാൻ തന്നെ ഭഗവാനാണെന്ന് പറയുക, അന്ന് അനുഭവിക്കുക. പറയുകയല്ല, ഞാൻ തന്നെ ശിവനാണ്, ശിവോഹം എന്ന് അനുഭവിക്കുക. യുക്തികളെ കൊണ്ട് നാനാത്വ ബുദ്ധി നിവൃത്തമാവാതിരിക്കുന്നത് എന്നുവരെയോ
അന്ന് വരെ മർത്യൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് സ്വപ്നമാണ്. അതാണ് കുമാരനാശാൻ വീണപ്പോൾ പറയുന്നത്, അവനി വാഴ്വ് കിനാവ്. അവനിയിലെ ഭൂമിയിലെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്, സ്വപ്നം മാത്രമാണ് എന്ന് തിരിച്ചറിയാം. നമ്മൾ സ്വപ്നത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ നാം അജ്ഞരാണ്. സമ്യക് ദർശനമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യ മാത്രം. പിന്നെ കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ ഇതൊന്നും ഒരിക്കലും ആത്മാവിനെ സ്പർശിക്കുന്നേയില്ല. അതെല്ലാം മിഥ്യയാണ്. സ്വപ്നത്തിലെ അനുഭവം ജാഗ്രതയിൽ എങ്ങനെയോ അതുപോലെ അനുക്ഷണധർമ്മികളായ ബാഹ്യവസ്തുക്കളെ ജാഗ്രതയിൽ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കുന്നത് ഏതോ അത്, അതായത് ആത്മവസ്തു. സ്വപ്നത്തിൽ വാസനാമയങ്ങളായ തത്സദൃശങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാക്ഷാൽ ഞാൻ ആരാണ്? ഞാൻ ശിവൻ തന്നെയാണ് എന്ന അവസ്ഥ. ആ ശിവൻ എന്ന അവസ്ഥയിൽ എല്ലാ കെട്ടുകളും അറുക്കപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശുദ്ധ ശിവം ഒഴിയാവുന്ന പഞ്ചാക്ഷര, ഇത് പഞ്ചാക്ഷര ജപസാധന കൊണ്ട് തന്നെ ഈ കെട്ടുകളെയെല്ലാം അറുക്കാൻ കഴിയും. ഇനി അടുത്ത് നോക്കൂ. ഞാനെന്നും താനെന്നും ആടി ഞാൻ മരിക്കുമ്പോൾ താനെന്നും ഞാനെന്നും മറ്റൊരു തൽപദത്തിൽ താനെന്നും ഞാനെന്നും തത്വത്തെ പറവതിനാൽ താനെന്നും ഞാനെന്നും ഉര ചെയ്തിടുന്നതില്ല. കണ്ടോ? ഇപ്പോൾ എന്താണ്? ഞാനെന്നും താനെന്നും രണ്ട് ഭാവങ്ങളുണ്ട്. ദ്വൈതമാണ്. നാം ദ്വൈതത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ വേറെ, നീ വേറെ എന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എപ്പോഴും ദുഃഖങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും മുറുകിക്കൊണ്ടേയിരിക്കും. ഈ കെട്ടറുക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്ന അറിവ്. ഇതാണ് ശരിക്കും സൂഫിസത്തിൽ പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ആചാര്യൻ എന്ന് പറയുന്നത് നമ്മുടെ നോവലിസ്റ്റും കഥാകൃത്തുമൊക്കെയായ വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകലസഖി എന്ന് പറഞ്ഞൊരു നോവലിലാണെന്ന് തോന്നുന്നു. ഒരു ഭാഗമുണ്ട്, ഒന്നും എത്രയാണെന്നൊരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഉത്തരം പറയുന്നത് ഇമ്മിണി വലിയ ഒന്ന്. നല്ല രസകരമായ ഉത്തരമാണ്. ഒന്നും ചേരുമ്പോൾ ഇമ്മിണി വലിയ ഒന്ന് എന്നാണ് ആ കുട്ടി ഉത്തരം പറയുന്നത്. അതാണ് സനാതനമായ സത്യം. ഒന്നും ചേരുമ്പോൾ രണ്ടല്ല, മറിച്ചത് ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് തത്വമസി, അത് നീ തന്നെയാകുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. തത്വമസി എന്നതിന്റെ പൊരുളാണ് നാം ഇവിടെ പറയുന്നത്. അത് നീയാകുന്നു. ശബരിമലയിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എഴുതി കൊത്തിവെച്ചിരിക്കുന്ന ഈ മഹാവാക്യമാണ് തത്വമസി. അതായത് ഞാനും നീയും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഈ സത്യം മനസ്സിലാക്കുക. അതായത് ഞാൻ ശിവനാണ് എന്ന അവസ്ഥ. അതിനാണ് സായുജ്യം എന്ന് പറയുന്നത്. ശിവനിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള യോഗ്യന്മാരെ പറ്റി പെരിയ പുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുക്തി കിട്ടുമ്പോൾ സായുജ്യമുക്തി എന്നാണ് അതിന് പറയാ. സാമീപ്യമുക്തിയില് അല്ലെങ്കിൽ സാലോക്യമുക്തിയിലൊക്കെ ദ്വൈതഭാവം കാണാം. പക്ഷെ ഏറ്റവും കടും ശുദ്ധ ശൈവത്തില് എപ്പോഴും എന്താണ്? സായുജ്യമാണ്. ഞാൻ ശിവനുമായി ഒന്നിച്ചു ചേരുന്നു, ലയിച്ചു ചേരുന്നു. ഞാൻ ശിവനിൽ ലയിച്ചു ചേരുന്നു. അതായത് പശു പാശത്തെ ബന്ധിച്ചിട്ട് പതിയിലേക്ക് ലയിച്ചു ചേരുന്നു. അതാണ് പാലപ്രകാരം വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. പാലും വെള്ളവും ഒന്നിച്ചു ചേരുന്നത് പോലെ ആ ഒന്നായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതായത് സമുദ്രം മഹാകടലിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഒരു കൊച്ചു നദി എപ്രകാരമാണോ മഹാസമുദ്രത്തിൽ ലയിച്ച് ഒന്നായി
തീരുന്നത്. അതുപോലെ ഉപ്പ് എപ്രകാരമാണോ കടലിൽ വെള്ളത്തിൽ ലയിച്ച് സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത്, അതേപോലെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ. ഈ അവസ്ഥയ്ക്കാണ് സായുജ്യമുക്തി. ഇതിനകത്ത് വരും 5ാം തന്ത്രത്തില് സായുജ്യമുക്തിയെക്കുറിച്ചും സാമീപ്യമുക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ, ഒന്നായി ചേരുന്ന അവസ്ഥ. നമ്മുടെ 63 യോഗിമാരിൽ പലരും സായുജ്യമുക്തി നേടിയവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ തന്നെ രാജാവാണ്, ചേരമാൻ പെരുമാൾ രാജാവ്. അത് ഇവിടെ അടുത്താണ്, എൻ്റെ വീടിനൊക്കെ ഏറെക്കുറെ അടുത്താണ്. തിരുവഞ്ചിക്കുളം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. അവിടെ ശിവനെ ധ്യാനിച്ച് ഈ ചേരമാൻ പെരുമാളും അതുപോലെ സുന്ദരമൂർത്തി സ്വാമികളും ഒന്നിച്ചിരുന്ന് ധ്യാനിക്കുകയായിരുന്നു, പഞ്ചാക്ഷരി മന്ത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവരെ കൈലാസത്തേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ തന്നിൽ ലയിപ്പിച്ച് ചേർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചേരമാൻ അതായത് ആൾക്കാർ നോക്കിയപ്പോൾ ചേരമാൻ പെരുമാളിനെ കാണാനില്ല. അതുവരെ അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. എവിടെ പോയി എന്ന് അന്വേഷിച്ചാൽ എവിടെയും കാണുന്നില്ല. ചേരമാൻ പെരുമാൾ അപ്രത്യക്ഷനായി. അതായത് ശിവനിൽ സായുജ്യം പ്രാപിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ആ ഭാഗം ഇപ്പോഴും നമുക്ക് കാണാൻ കിട്ടും. നിങ്ങൾ എന്തെങ്കിലും പോകണമെങ്കിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രം സന്ദർശിക്കണം. അതിൽ ഒരു ഭാഗത്ത് ചേരമാൻ പെരുമാൾ രാജാവിൻ്റെയും സുന്ദരമൂർത്തി സ്വാമികളുടെയും പ്രതിമകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ സുന്ദരമൂർത്തിയുടെ കവിത, ആ സമയത്ത് എഴുതിയ കവിതയും ഒരു തമിഴിലാണ് കൊടുത്തിരിക്കുന്നത്. തമിഴ് അറിയാവുന്നവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. തമിഴിൽ സുന്ദരമൂർത്തി സ്വാമികൾ എഴുതിയ ആ തേവാരവും അവിടെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെല്ലുമ്പോൾ അത് കാണാവുന്നതാണ്. ഒരിക്കലെങ്കിലും തിരുവഞ്ചിക്കുളം ക്ഷേത്രം സന്ദർശിച്ചോ ഈ ശിവസായുജ്യം, ഈ സായുജ്യമുക്തി എന്താണെന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അത് തന്നെയാണ് കടും ശുദ്ധ ശൈവത്തിൽ ഇവിടെ പറയുന്നത്. അതായത് ഞാനെന്നും എൻ്റേതും എന്നുള്ള ആ ഭാവന മരിച്ചു കഴിഞ്ഞു. പിന്നെ ശേഷിക്കുന്നത് ശിവൻ മാത്രമാണ്. പശുവില്ല, പതി മാത്രമേ ഉള്ളൂ. പശുപതി സങ്കല്പത്തെ പറ്റി ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പശു ഇല്ല, പാശം മുഴുവൻ അറുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പശു ഇല്ല. പശു ആരിൽ എത്തിച്ചേർന്നു? പതിയിൽ ലയിച്ചു കഴിഞ്ഞു. ഇതാണ് കാശ്മീര ശൈവിസത്തിലെ പ്രത്യഭിജ്ഞ. ഞാൻ സ്വതേ പതിയാണ്, പക്ഷെ നാം അത് മറന്നിരിക്കുകയാണ്. ആ മറവി മാറ്റുക മാത്രം ചെയ്താൽ മതി. ഞാൻ സ്വതേ ശിവൻ തന്നെയാണ്, പക്ഷെ ഞാനത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കർമ്മബന്ധങ്ങളിൽ പെട്ടപ്പോൾ ആ സത്യം മറന്നുപോയി. ആ മറന്നുപോയ സത്യത്തെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. അതാണ് ഈ പഞ്ചാക്ഷരി സാധനയുടെ പ്രത്യേകത. പഞ്ചാക്ഷരി സാധന കൊണ്ട് നാം മറന്നുപോയ ശിവനെ, നമ്മുടെ ഉള്ളിലുള്ള ശിവനെ, ഹൃദയവാസിയായ ശിവനെ നമുക്ക് കണ്ടെത്താനും അതിൽ ലയിച്ചു ചേരാനും കഴിയും. അങ്ങനെ വരുമ്പോൾ അത് സായുജ്യമുക്തി, ശിവനിൽ ലയിച്ചു ചേർന്ന ഒരവസ്ഥ. പിന്നെ ജനന മരണങ്ങൾ ഒന്നുമില്ല. ഇത് പരമമായ ആനന്ദാവസ്ഥയാണ്. ഇങ്ങനെ ആനന്ദാവസ്ഥയിൽ കഴിയുന്ന ജീവൻ മുക്തന്മാര് അവർക്ക് തോന്നുമ്പോൾ മാത്രം ശരീരം വിട്ടുപോയാൽ മതി. അങ്ങനെയുള്ള ജീവൻ മുക്തന്മാർക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, മഹാവതാർ ബാബാജി, അദ്ദേഹം തമിഴ്നാട്ടുകാരനും കൂടിയാണ്. അതുകൊണ്ട് ഈ ശൈവം ശരിക്കും അറിയാം. അതാണ് ക്രിയായോഗയിൽ അദ്ദേഹം എല്ലാവർക്കും പ്രാക്ടീസ് നൽകിയിരുന്നത്. അപ്പോൾ അതിൽ താൻ ശിവൻ തന്നെയായി പരിണമിക്കുന്ന ആ മഹോന്നതമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. പിന്നെ ദുഃഖങ്ങളില്ല, പിന്നെ എന്തുമാത്രം ആനന്ദം മാത്രം. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എപ്പോഴും ആനന്ദം മാത്രം. പിന്നെ അയാളെ ജീവിതത്തിൻ്റെ ഒരു ദുഃഖവും അലട്ടുകയില്ല. ഈ പരമോന്നതമായ അവസ്ഥയിൽ എത്തിച്ചേർന്നവരാണ് പരമഹംസന്മാരെ പോലെ തന്നെ ഈ ശൈവ സിദ്ധാന്തികളും. അതിന് തരതമ ഭേദങ്ങളുണ്ട്. പക്ഷേ സാലോക്യം, സാരൂപ്യം, പിന്നെ സായുജ്യം, ഇങ്ങനെയൊക്കെയുള്ള പല അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും ഉന്നതമായ കടും ശുദ്ധ ശൈവം സായുജ്യമാണ്. ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുക. അതായത് എങ്ങനെയാണോ ഒരു കൊച്ചു കൈവഴി തോട്
മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത്. അതേപോലെ ഈ ചെറിയ ഐ, ക്യാപിറ്റൽ ഐയിലേക്ക് ലയിച്ചു ചേർന്നു. പിന്നെ ക്യാപിറ്റൽ ഐ മാത്രമേ ഉള്ളൂ, സ്മോൾ ഐ പിന്നെ ഇല്ല. ഇത് പരമമായ സത്യം. ഈ പരമമായ ജ്ഞാനം അറിയുന്നവരെല്ലാം ശിവജ്ഞാനികളാണ്. ഇതാണ് തിരുമൂലദേവൻ കടും ശുദ്ധ ശൈവത്തിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് കടും ശുദ്ധ ശൈവം നിർത്താം. ഇനി അടുത്തത് ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ പഞ്ചാക്ഷരി മന്ത്രത്തെ പറ്റി പറഞ്ഞില്ലേ, ഇതൊരു ഭക്തികാവ്യം കൂടിയാണ്. തിരുമന്ദിരം ജ്ഞാനകാവ്യമാണ്, ഭക്തികാവ്യമാണ്, യോഗകാവ്യമാണ്, ക്രിയയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ജ്ഞാന കാവ്യമാണ്, സന്മാർഗ കാവ്യമാണ്, ജഗത് മാർഗ കാവ്യമാണ്. അങ്ങനെ ഒരുപാട്, പിന്നെ പല മാർഗങ്ങളുണ്ട്. ഇതിലേക്ക് എത്തിച്ചേരാനുള്ള പല മാർഗങ്ങളുണ്ട്. ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്കത് വിശദമായിട്ട് കാണാൻ കഴിയും. ഓം ശിവായ തിരുമൂലദേവായ നമഃ.